Good evening. Welcome to another OET-speaking live session conducted by Tiju's Academy, Trivella. Welcome all to this live session. Today I'm here to discuss another OET-speaking live session. Let's wait a couple of minutes that students can join. Good evening, Gyada. Okay, let's look at this card. Okay, here setting is school clinic and nurse context is you see a parent whose 7-year-old daughter is having a lot of emotional outburst. The child shouts and screams and then hides in her room, refusing to come out. The child is not present. Okay, from this role play scenario, we can understand two basic concepts, whether it is known or unknown case and the current condition of the patient. Okay, Elizabeth, good evening. Tindu, good evening. Okay. Okay, Annie, good evening. Okay, let's look at this task. ഓക്കെ നമുക്കിപ്പോൾ ഇതിലൂടെ മനസ്സിലായി എന്താണ് ഈ ഒരു സിനാറിയിലൂടെ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ. സോ കുഡ് യു പ്ലീസ് കമൻറ്റ് ഹിയർ വെദർ ഇറ്റ് ഈസ് നോൺ ഓർ അൺനോൺ. ഓക്കെ, നമുക്ക് മനസ്സിലായി നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ഡയറക്റ്റ് പേഷ്യൻറ്റിനോടാണോ അല്ല. എന്താണ് യു സി എ പേരൻറ്റ്, നമ്മളൊരു പേരൻറ്റിനെ കാണുകയാണ്. പേരൻറ്റ് എന്താണ് പറയുന്നത്, 7-year-old ഡോട്ടർ എന്താണ് പ്രശ്നം, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ് അല്ലേ. ദി ചൈൽഡ് ഷൗട്ട്സ് ആൻഡ് സ്ക്രീംസ് ആൻഡ് ദെൻ ഹൈഡ് ഇൻ ഹെർ റൂം ആൻഡ് ദി ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ്. സോ എന്താണ് ബ്രാക്കറ്റിൽ ചൈൽഡ് പ്രസൻറ്റ് അല്ല എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ അനശ്വര, ആര്യ, യെസ് ഓക്കെ. ഇതൊരു അൺനോൺ കേസാണ്. ഓക്കെ, നോൺ കേസ് അല്ല, അൺനോൺ കേസ്. നമുക്ക് മനസ്സിലായി നമ്മളിവിടെ സംസാരിക്കുന്നത് പേരൻറ്റിനോടാണ്, പേഷ്യൻറ്റിനോടല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ടാസ്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദി പേരൻറ്റ്സ് വിസിറ്റ്. എന്താണ് ഫൈൻഡ് ഔട്ട് ആണ് അല്ലേ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു എന്താണ് ഡ്യൂറിങ് ദി പ്രിപ്പറേഷൻ ടൈം, ഒരു 3 minute പ്രിപ്പറേഷൻ ടൈം വി ഹാവ് ടു അണ്ടർലൈൻ ദി ബേസിക് കീവേഡ്സ്. ഫൈൻഡ് ഔട്ട്, ഇൻഫർമേഷൻ ഗ്യാതറിങ്, പിന്നെന്താണ് ഗിവ് കോമൺ റീസൺസ് അല്ലെങ്കിൽ അഡ്വൈസ്. ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് മനസ്സിലായി ഇതൊരു അൺനോൺ കേസാണ്. പേരൻറ്റ് ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വന്ന് അഡ്വൈസിന് വേണ്ടിയിട്ട് വന്നതാണ്. സെറ്റിംഗ് എവിടെയാണ്, സ്കൂൾ ക്ലിനിക്. അപ്പം നമുക്കിതെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് അല്ലെങ്കിൽ ഐ ആം വൺ അമംഗ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദ സ്കൂൾ ക്ലിനിക്. മൈ നെയിം ഈസ് സോ ആൻഡ് സോൺ ആൻഡ് പിന്നെന്താ ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ. ഞാൻ ഇന്നെങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ടുഡേ, അല്ലെങ്കിൽ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ. ഇങ്ങനെ കുറച്ച് വേരിയസ് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എന്താണ് അവർ ഓൾറെഡി പേരൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കൊച്ചിന് ഭയങ്കര ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്, അതുമായിട്ട് ഭയങ്കരമായിട്ടും കൺസേൺഡ് ആണ്. ഇതാണ് പ്രശ്നമായിട്ട് പേരൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, എങ്ങനെ പറയാം, ഓക്കെ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് ബട്ട് ട്രൈ നോട്ട് ടു വറി, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് വെൽ ബൈ ടേക്കിംഗ് പ്രോപ്പർ മെഷേഴ്സ് ആൻഡ് മെഡിക്കേഷൻസ്. ദർ ഈസ് നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. Okay, Tintu, good afternoon. My name is Tintu, one of the registered nurses working in this school clinic. Please be seated. May I know the reason behind your visit? Okay, Tintu, ഇതുപോലെ തന്നെയാണ് നമുക്ക് തുടങ്ങാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഐ നോ ദ റീസൺ. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. നമ്മൾ ഉടനെ ഒരു റീഷർ ചെയ്തു. ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് ബട്ട് ട്രൈ നോട്ട് ടു വറി, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് വെൽ ബൈ അഡോപ്റ്റിംഗ് പ്രോപ്പർ മെഷേഴ്സ് ആൻഡ് അതർ മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. എന്നിട്ട് നമുക്ക് ചോദിക്കാം ഫോർ മൈ ബിഫോർ പ്രൊസീഡിങ് ഫർദർ for my documentation could you please state your child name and age. ഓക്കെ, നമ്മളത് നോട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ആ ഒരു കാർഡിൽ അത് എഴുതേണ്ട കാര്യമില്ല അല്ല. വി ആർ നോ ലോങ്ങർ അഡ്രസ് ദിസ് പേഷ്യൻറ്റ് ഡ്യൂറിങ് ദിസ് 5 minute കോൺവെർസേഷൻ ടൈം. അപ്പം നമ്മൾ പിന്നെ എന്ത് ചോദിക്കണം ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ല, ഫോർ മൈ കമ്മ്യൂണിക്കേഷൻ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം, അല്ലെങ്കിൽ ഫോർ മൈ കമ്മ്യൂണിക്കേഷൻ ഹൗ മേ ഐ അഡ്രസ് യു, അല്ലെങ്കിൽ ഫോർ മൈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഹൗ മേ ഐ കോൾ യു. ഇങ്ങനെയൊക്കെ വേരിയസ് ഫ്രേസസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരുടെ പേര് നമ്മൾ പറഞ്ഞു, നമുക്കത് നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് നമ്മൾ നോക്കണം. ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദി child outburst. Example, onset, frequency, duration, trigger, parents response, and find out any discussions with the child about behavior. പിന്നെ നെക്സ്റ്റും ഫൈൻഡ് ഔട്ട് ആണ്. റെലവൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ചൈൽഡ്, ജനറൽ ഹെൽത്ത്, എനി മെഡിക്കൽ കണ്ടീഷൻസ്. ഇത് ഇത്രയും എന്താണ് ഫൈൻഡ് ഔട്ട് ആണ്, മീൻസ് ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ്. ഇൻഫർമേഷൻ ഗ്യാതറിങ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പേര് ചോദിച്ചു, ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പേര് ചോദിച്ചു, എന്നിട്ട് നമ്മൾ ഒരിക്കലും കൺസേൺ ചോദിക്കരുത്. ബിക്കോസ് ദാറ്റ് ഹോൾ റോൾ പ്ലേ മേ ബി ഡിസോർഗനൈസ്ഡ്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഓർഗനൈസിങ് വേയിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പോയിരിക്കണം. അപ്പം നമുക്കത് എങ്ങനെ തുടങ്ങാം? ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ റിഗാർഡിങ് യുവർ ചൈൽഡ് പ്രസൻറ്റ് കണ്ടീഷൻ മേ ഐ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അപ്പോൾ മദർ ഓൾറെഡി പറയും ഓക്കെ. എന്നിട്ട് നമ്മൾ ചോദിക്കാം ഓൺസെറ്റ് നമുക്ക് എങ്ങനെ ചോദിക്കാം? കുഡ് യു കമൻറ്റ് ഹിയർ? Okay, Tintu, to have a better understanding, I would like to ask you some questions. May I? Okay, Tintu, well done. ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ ഓൺസെറ്റ് നമുക്ക് എങ്ങനെ ചോദിക്കാം? വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്, എന്നാണിത് തുടങ്ങിയത്. പിന്നെ ഫ്രീക്വൻസി എങ്ങനെ ചോദിക്കാം? ഹൗ ഫ്രീക്വൻറ്റ് ഇറ്റ് ഈസ്, എത്ര മാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. മേ ഐ നോ ദി ഡ്യൂറേഷൻ ഓഫ് ദീസ് സിംറ്റംസ് ആൻഡ് ഹാവ് യു നോട്ടീസ്ഡ് ഈസ് ദർ എനി ട്രിഗറിങ് ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ ആൻഡ് ഹൗ വാസ് യുവർ റെസ്പോൺസ് ടു ദിസ് ബിഹേവിയർ. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു കൊച്ചിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തപ്പോൾ. എന്നിട്ട് ഫൈൻഡ് ഔട്ട് എനി ഡിസ്കഷൻസ് വിത്ത് യുവർ ചൈൽഡ് അബൌട്ട് ബിഹേവിയർ. ഹാവ് യു ഇനിഷ്യേറ്റഡ് എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം ഹാവ് യു ഹാഡ് എനി ടോക്സ് with your child regarding this behavior, അല്ലെങ്കിൽ have you undertaken any discussion, അല്ലെങ്കിൽ have you engaged in any discussion with your child regarding this behavior. Okay, Juhi. Okay, Annie, when did you noticed the outburst? ഓക്കെ ആനി, വെൻ ഡിഡ് യു, നമ്മൾ ഡിഡ് വരുമ്പോൾ നോട്ടീസ്ഡ് എന്ന് വരത്തില്ല കേട്ടോ. ഡിഡ് പ്ലസ് V1 ആണ് നമ്മൾ വരുന്നത്. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ വരുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം മതി. അപ്പം വെൻ ഡിഡ് യു നോട്ടീസ് ദി ഔട്ട്ബേഴ്സ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഭൂമിത, ഹാവ് യു നോട്ടീസ്ഡ് എനി ട്രിഗർ ഫാക്ടേഴ്സ്? ഓക്കെ, ചോദിക്കാം ഭൂമിത. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഒരു 1 minute പോസ് വെക്കാമേ. അതായത് നമ്മളിപ്പോൾ ഇതൊരു കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചോദിച്ചു ഓക്കെ ആനി പറയാം വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്, അപ്പോൾ അവരൊരു ആൻസർ പറയും. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ആൻഡ് ഉപയോഗിക്കാം. ഫ്രീക്വൻസി, മേ ഐ നോ ദി ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻറ്റ് ഇറ്റ് ഈസ് എന്ന് പറയാം. അപ്പോൾ അവർ ഓൾറെഡി പറയുന്നുണ്ട്, ഇത് റിക്കറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പറയാവുന്ന ഫ്രേസസ് ആണ് ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ നമുക്ക് വെല്ലും ഫൈനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇതൊരു കുറച്ച് സിംറ്റംസും ഡിസീസ് കണ്ടീഷൻ പറയുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ഉപയോഗിക്കാം ഓക്കെ, നോട്ടഡ്, ഐ സി, ഓൾ റൈറ്റ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആനി. ഓക്കെ റോണ, ഹാവ് യു നോട്ടീസ്ഡ് എനി ട്രിഗറിങ് ഫാക്ടേഴ്സ്? ഓക്കെ, ദാറ്റ്സ് ഫൈൻ.
ഓക്കെ ആനി, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺസെറ്റ് ചോദിച്ചു. ഫ്രീക്വൻസി നമ്മൾ ചോദിക്കാം ഹൗ ഫ്രീക്വൻറ്റ് ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഓക്കെ, നോട്ടഡ്, ഓൾ റൈറ്റ്, ഐ സി ഇതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. നെക്സ്റ്റ് ഡ്യൂറേഷൻ, ട്രിഗറിങ് ഫാക്ടർ, പേരൻസ് റെസ്പോൺസ് ചോദിച്ചു. നെക്സ്റ്റ് നമുക്ക് ചോദിക്കാം ഫൈൻഡ് ഔട്ട് എനി ഡിസ്കഷൻ, ഹാവ് യു അണ്ടർടേക്കൺ എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ, അല്ലെങ്കിൽ ഹാവ് യു മെയ്ഡ് എനി ഡിസ്കഷൻ, അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് എനി ടോക്സ്, അല്ലെങ്കിൽ ഹാവ് യു ഇനിഷ്യേറ്റഡ് എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. എന്നിട്ട് നമ്മൾ ഒരിക്കലും കൺസേൺ ചോദിക്കില്ല. കൺസേൺ ചോദിച്ചാൽ ദി ഹോൾ റോൾ പ്ലേ മൈറ്റ് ബി ഡിസോർഗനൈസ്ഡ്. നെക്സ്റ്റും ഫൈൻഡ് ഔട്ട് ആണ്. പിന്നെ നമ്മൾ ചോദിക്കാം ഇൻ അഡീഷൻ എന്താണ് ജനറൽ ഹെൽത്ത്. നമുക്ക് ചോദിക്കാം കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ ചൈൽഡ് ജനറൽ ഹെൽത്ത് ഇൻ ഡീറ്റെയിൽ. ജനറൽ ഹെൽത്തിനെ പറ്റി ഒന്ന് പറയുമോ? അപ്പോൾ അവർ ഇത് പറയുന്നുണ്ടാകാം. അപ്പോൾ നമുക്ക് പറയാം ഓൾ റൈറ്റ്. ആൻഡ് ഡസ് യുവർ ചൈൽഡ് ഹാവ് എനി മെഡിക്കൽ കണ്ടീഷൻസ്. അത് നമുക്ക് ചോദിക്കാം. ഡസ് യുവർ ചൈൽഡ് ഹാവ് ആണ്. ഡസ് യുവർ ചൈൽഡ് ഹാസ് വരല്ലോ, ഓൾറെഡി ഡസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഡസ് യുവർ ചൈൽഡ് ഹാവ് എനി മെഡിക്കൽ കണ്ടീഷൻസ്. നമുക്ക് പറയാം ഓക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് അഡ്രസ്സ് ചെയ്ത് പറയാം ഓക്കെ ഐ എം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് വെൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ അലോങ് വിത്ത് ദാറ്റ് എന്താണ് ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് ഡീറ്റെയിൽസ്, ജനറൽ ഹെൽത്ത് ചോദിച്ചു, മെഡിക്കൽ കണ്ടീഷൻസ് ചോദിച്ചു. അപ്പോൾ ഇത്രയും കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിരനിരയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയടിക്ക് ആനി ചോദിച്ച പോലെ ഒറ്റയടിക്ക് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഓക്കെ അനക, നമുക്ക് ഒറ്റയടിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഇൻ ബിറ്റ്വീൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഓൾ റൈറ്റ്, പെയിൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫൈൻ വെൽ കൊടുക്കില്ല. അല്ലാതെ നമുക്ക് ഓക്കെ, ഓൾ റൈറ്റ്, നോട്ടഡ്, ഐ സി ഇതൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതൊരു ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ഗ്രാമാറ്റിക്കൽ അക്യുറസിയിൽ തന്നെ നമ്മൾ ചോദിക്കണം. ഇപ്പം ഓൺസെറ്റ് നമ്മൾ വേണ്ടി ഡിഡ് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഓൾറെഡി എന്താണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഡിഡ് വരുമ്പം വെർബിൻ്റെ ബേസ് ഫോം ഓഫ് തന്നെ ചേർക്കണം. അപ്പോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഭൂമിത. പിന്നെ ഫ്രീക്വൻസി, ഹൗ ഓഫൺ യുവർ ചൈൽഡ് ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ദീസ് സിംറ്റംസ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കുറച്ചും കൂടി ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഹൗ ഫ്രീക്വൻറ്റ് ഇറ്റ് ഈസ്. ഓക്കെ, പിന്നെ ഐ നോ ദി ഡ്യൂറേഷൻ ഓഫ് ദീസ് സിംറ്റംസ്, ഹാവ് യു നോട്ടീസ്ഡ് ഈസ് ദർ എനി ട്രിഗറിങ് ഫാക്ടർ. പിന്നെ എനി ഡിസ്കഷൻ, ഹാവ് യു മെയ്ഡ് എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ, ഹാവ് യു അണ്ടർടേക്കൺ, ഹാവ് യു എൻഗേജ്ഡ് ഇൻ എനി ഡിസ്കഷൻ, അല്ലെങ്കിൽ ഹാവ് യു ഇനിഷ്യേറ്റഡ് എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ. ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അവിടെ വി ഷുഡ് നോട്ട് ദാറ്റ് എന്നാണ്. ഒരു ഗ്രാമാറ്റിക്കൽ ഇൻകറക്ഷൻസ് അവിടെ വരാൻ പാടില്ല. കറക്റ്റ് വേയിൽ തന്നെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങളത് പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഓക്കെ മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് പറയണം? വി ഷുഡ് അഡ്രസ് താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ യുവർ ചൈൽഡ് വാല്യുബിൾ ഇൻഫർമേഷൻ. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്താണ്, നമ്മൾ വി ആർ ടോക്കിംഗ് ടു എ തേർഡ് പാർട്ടി. നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിനോടല്ല നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. പേഷ്യൻറ്റിനോടല്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ നോർമലി എല്ലാ റോൾ പ്ലേ നമ്മൾ പേഷ്യൻറ്റ് സെൻറ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എപ്പോഴും എന്താണ് ഒരു യൂസ് സെൻറ്റേർഡ്നെസ് വന്നേക്കാം. താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ വന്നേക്കാം. അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ ഓൺസെറ്റ് റിഗാർഡിങ് ദിസ് സിംറ്റംസ്, അങ്ങനെയൊക്കെ യൂസ് സെൻറ്റേർഡ്നെസ് വന്നേക്കാം. പക്ഷേ നമ്മളത് വരരുത്. നമ്മളതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിരിക്കണം. നമ്മൾ ആ ഒരു യൂസ് സെൻറ്റേർഡ്നെസ് വന്നാൽ ആ ഒരു റോൾ പ്ലേ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ മാർക്ക് കുറയും. ഓൾ റൈറ്റ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയണം താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ യുവർ ചൈൽഡ് താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ യുവർ ചൈൽഡ് വാല്യുബിൾ ഇൻഫർമേഷൻ. എന്നിട്ട് നമ്മൾ പറയാം ആൻഡ് വുഡ് യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി റീസൺ ബിഹൈൻഡ് ദിസ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഇൻ ചിൽഡ്രൻ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. മനസ്സിലായ? വുഡ് യു മൈൻഡ് അവിടെ ചേർക്കാം, ഇഫ് യു ഡോണ്ട് മൈൻഡ് ചേർക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി കോസസ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ പറയാം. അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി കോസസ് അല്ലെങ്കിൽ സം ഓഫ് ദി റീസൺസ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ പറയാം. അല്ലെങ്കിൽ മേ ഐ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി റീസൺസ് ബിഹൈൻഡ് ദിസ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്. ഇത് 3 രീതിയിൽ നമുക്കത് പറയാം. എന്നിട്ട് നമ്മൾ പറയാം ഓക്കെ ദി മെയിൻ കോസസ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ മേ ബി സ്ട്രെസ്, ആങ്സൈറ്റി, റീസെൻറ്റ് ട്രോമാറ്റിക് ഈവൻറ്റ്സ്, ഫീലിംഗ് അൺകംഫർട്ടബിൾ ഓർ അണ്ടർ പ്രഷർ, ഡീലിംഗ് വിത്ത് ഇമോഷൻസ്. ആൻഡ് ഹാവ് യു നോട്ടിസ്ഡ് എനി ഓഫ് ദീസ് റെലവൻറ്റ് ഇൻ യുവർ ചൈൽഡ് എന്ന് വേണം നമ്മളിവിടെ ചോദിക്കാൻ. കാരണം നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണയായിട്ട് കൺസേൺ ചോദിക്കുമല്ലേ. പക്ഷേ ഇവിടെ കൺസേൺ ചോദിച്ചാൽ പേഷ്യൻ്റ് സൈഡിൽ റീസൺ ചോദിക്കുന്നതായിട്ടുമില്ല, റീസൺ പറയുന്നതായിട്ടുമില്ല. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഗീവ് കോമൺ റീസൺ എന്ന് വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് കണ്ടോ എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദീസ് ടു ദി ചൈൽഡ്. എക്സ്പ്ലോർ ആണ് മീൻസ് അതും ഒരു ഫൈൻഡ് ഔട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മൾ കൺസേൺ ചോദിക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത്. ഹാവ് യു നോട്ടീസ്ഡ് എനി ഓഫ് ദീസ് റെലവൻറ്റ് ഇൻ യുവർ ചൈൽഡ് കേസ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആനി, based on the information I have gathered, I got an idea about its may be related to multiple factors like stress, anxiety. ഓക്കെ ആനി, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ മേരി. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായത് കുറച്ച് കൺഫ്യൂസിങ് ആകാം. കാരണം എന്താണ്, നമ്മൾ ഫൈൻഡ് ഔട്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഗീവ് കോമൺ റീസൺ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗീവ് കോമൺ റീസൺ എന്താണ്, ഇൻഫർമേഷൻ ഗിവിങ് അല്ലേ. പക്ഷേ അതിൻ്റെ ബ്രാക്കറ്റിലല്ല എൻ്റെ സൈഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താണ്? എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദീസ് ടു ദി ചൈൽഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റീസൺസ് പറയാതെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അവരുടെ പേഷ്യൻ്റ് സൈഡിൽ അങ്ങനൊരു ടാസ്ക് ഇല്ല. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആൻസർ മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി കൺസേൺ ചോദിച്ചിട്ട് റീസൺസ് പറയുകയാണെങ്കിൽ ആ ഒരു ഹോൾ റോൾ പ്ലേ മേ ബി ഡിസോർഗനൈസ് ചെയ്തേക്കാം. അവർ ഇതിൻ്റെ ആൻസേഴ്സ്, ഈ ഒരു റെലവൻസിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ നോക്കണം ഗീവ് കോമൺ റീസൺ. ഓക്കെ, ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദീസ് ടു ദി ചൈൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീസൺസ് നമ്മൾ തന്നെ നേഴ്സ് പാർട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടേ നമ്മൾ അവിടെ ചോദ്യം ചോദിക്കാവുള്ളൂ. ഹാവ് യു നോട്ടീസ്ഡ് എനി ഓഫ് ദീസ് റെലവൻറ്റ് ഇൻ യുവർ ചൈൽഡ് കേസ് എന്ന് നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഓക്കെ ആനി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോഴാണ് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും അവർ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. കുട്ടി ഭയങ്കര ജനറലി വെല്ലാണ്, ആങ്ഷ്യസ് ആണെന്നൊന്നും തോന്നുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ്, ബട്ട് എന്താണ് ദർ ഇസ് നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. ആൻഡ് നമ്മൾ എന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ പറയണം. ദർ ഇസ് നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഓക്കെ ആനി. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടാസ്ക് നോക്കേണ്ടത്. അഡ്വൈസ് ദി നീഡ് ഫോർ എ ഡിസ്കഷൻ വിത്ത് എ ചൈൽഡ് വെൻ കാം, ഇൻ ബ്രാക്കറ്റ് എസ്റ്റാബ്ലിഷിംഗ് പോസിബിൾ റീസൺസ്, എക്സ്പ്ലെയിനിങ് ഫീലിംഗ്സ് ആർ നോർമൽ, എഗ്രിമെൻറ്റ് ഓൺ അപ്രോപ്രിയേറ്റ് ആക്ഷൻ, ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻസ്. മനസ്സിലായി? അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം? ഇത്രയും കാര്യങ്ങൾ റെലവൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ നോട്ടീസ് ചെയ്തിട്ടുമില്ല, ചൈൽഡ് ഓൾറെഡി ജനറലി വെൽ